എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡെയർ ടു ടോക്കിൻ്റെ 70ാമത്തെ എപ്പിസോഡാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. ഒരു കുട്ടിക്കുണ്ടായ ഒരു അനുഭവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മളൊരു പോൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മണിക്കൂറായിട്ടുണ്ട് ആ ഒരു പോൾ ആഡ് ചെയ്തിട്ട് 12,000-ഓളം വോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയംഭോഗം എന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ എന്ന് പറഞ്ഞ കാര്യം റോങ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ 81% വോട്ടുകളും വന്നിട്ടുള്ളത് തെറ്റല്ല എന്ന രീതിയിലുള്ള വോട്ടുകളായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഒരു 19% ഇത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതിനെ ചുറ്റിപ്പറ്റി തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാനുള്ളത്. ഒരു കുട്ടിയുടെ അനുഭവവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഒരു പയ്യൻ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ സുഹൃത്തിന് സംഭവിച്ച കറൻ്റ്ലി ആ ഒരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിലാണ് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആ ഒരു പയ്യൻ്റെ സുഹൃത്ത് മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 17 വയസ്സാണ് ഈ രണ്ട് പയ്യന്മാർക്കും. സോ മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൂമിലോട്ട് അമ്മ കടന്നു വരുന്നു. അമ്മ ഇത് കാണുന്നു. ഇതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാണ്. അതിനുശേഷം ഇവൻ്റെ അച്ഛൻ വന്നിട്ട് ആ പയ്യൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ ഉപദേശിക്കുന്നു. ഇത് തെറ്റാണെന്ന് പറയുന്നു. ഇതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ ഉപദേശിക്കുന്നു. അവനെ വഴക്ക് പറയുകയാണ് ചെയ്തത്. അമ്മയാണെങ്കിൽ അവനോട് മിണ്ടിയതേയില്ല. അതിനുശേഷം സംസാരിക്കുന്നില്ല. അമ്മ അവനോട് സംസാരിക്കുന്നില്ല. അച്ഛനും അവനോട് ഈ ദേഷ്യപ്പെട്ടതിന് ശേഷം കാര്യമായിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ വെച്ച് പുലർത്തുന്നില്ല എന്നുള്ളതാണ്. ഇതിനുശേഷം ഈ പയ്യന് തോന്നുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 17 വയസ്സുള്ളൊരു പയ്യനാണ്. കാര്യമായിട്ടുള്ള എത്രമാത്രം ജീവിതാനുഭവങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവും ആ ഒരു സമയത്തെ കാഴ്ചപ്പാടൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രക്ഷിതാക്കളിൽ നിന്ന് അവൻ്റെ ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ടുള്ള അവനെ നോക്കി വളർത്തിക്കൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാരിൽ നിന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. സോ ഇവനിത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. അവൻ ചെയ്യുന്നത് ഒരു വലിയ പാപമാണെന്ന് അവന് തോന്നുന്നു. അങ്ങനെ മാനസികമായിട്ട് വല്ലാത്ത രീതിയിൽ തളരുകയാണ്. കാരണം അമ്മ അവനെ മെയിൻറ്റ് ചെയ്യുന്നതിനില്ല. അച്ഛനും അതുപോലെ തന്നെ ദേഷ്യപ്പെട്ടിട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥ, ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സുഹൃത്തിനോട് അവൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് എൻ്റെ സുഹൃത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ആ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. സോ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മാസ്റ്റർബേഷൻ അത്ര വലിയ പാപമായിട്ടുള്ള കാര്യമാണോ, അത്രമാത്രം തെറ്റായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. അതേപോലെ തന്നെ ആ ഒരു രക്ഷിതാക്കൾ ചെയ്തത് ശരിയായോ എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ടെന്നുള്ളതാണ്. മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്ന കാര്യം ഒരു നിശ്ചിത പ്രായത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചെയ്തു തുടങ്ങുന്ന കാര്യമാണ്. അത് വിവാഹശേഷവും വിവാഹത്തിന് മുമ്പും ഒക്കെ ആയിട്ട് ഇല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പാണ് ഏറ്റവും കൂടുതൽ പേര് ഇത് ചെയ്യേണ്ടി വരുന്നത്. കാരണം അവർ സോളോ ആയിട്ട് അവർക്ക് തോന്നുന്ന ആ ഒരു സെക്ഷൽ കാര്യങ്ങൾ അവർ ഇത്തരത്തിൽ സാറ്റിസ്ഫാക്ഷൻ നേടുന്നു എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത്. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പല മെത്തേഡ്സുകളിലൂടെ പല രീതിയിലായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ അത്ഭുതകരമായിട്ടുള്ള ഇല്ലെങ്കിൽ വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഈ മാസ്റ്റർബേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കിംവദന്തികൾ നമ്മുടെ സമൂഹത്തിൽ പരക്കുന്നുണ്ട്, മിത്തുകൾ പരക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ പല തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് തന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഇത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ്, ഇല്ലെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം വല്ലാത്ത കുറ്റബോധങ്ങളിലോട്ടും പോകാറുണ്ട്. ഇനി ആ രക്ഷിതാക്കൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവർ തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തത് ഇല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു കുട്ടിയെ വിഷമത്തിലോട്ട് ഇല്ലെങ്കിൽ ഒരു ഡിപ്രഷനിലോട്ട് തള്ളിവിട്ട് ശരിയായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ കുട്ടി ആത്മഹത്യ ചെയ്തു, ഇല്ലെങ്കിൽ വല്ലാത്ത രീതിയിൽ അവൻ ഡിപ്രസ്ഡ് ആയിട്ട് ചിലപ്പോൾ അവൻ്റെ പഠനത്തെയും കാര്യങ്ങളെല്ലാം ബാധിക്കാം. കാരണം ആ ഒരു 17 വയസ്സുകാരൻ പയ്യൻ എങ്ങനെ അതിനെ സോൾവ് ചെയ്യും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. സോ രക്ഷിതാക്കൾ അവിടെ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാസ്റ്റർബേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിൽ പോൺ വീഡിയോസ് അവൻ കാണുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു റിയൽ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ റിയൽ അവയർനെസ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ബയോളജിക്കലായിട്ട് ഒരു സോളോ സെക്ഷൽ ആക്ടിവിറ്റി എന്ന രീതിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മറ്റ് ജെൻഡേഴ്സിലുള്ള ആൾക്കാരും ഒക്കെ ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. അല്ലാതെ എന്തോ ഒരു വല്ലാത്ത അബ്നോർമലായിട്ടുള്ള ആരും ചെയ്യാത്ത വലിയ എന്തോ ഒരു ക്രൈം ഒന്നുമല്ല. ആ ക്രൈം എന്ന രീതിയിൽ ആ കുട്ടിയിലോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നിശ്ചിത പ്രായത്തിൽ ഇങ്ങനെയുള്ള ഫീലിങ്സും കാര്യങ്ങളൊക്കെ തോന്നിയാണ്. അപ്പോൾ ആ ഫീലിങ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതിൽ വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളില്ല. പക്ഷേ അതൊരു എൻജോയ്മെൻറ്റിന് വേണ്ടി വെറുതെ ഒരു റീക്രിയേഷൻ ആക്ടിവിറ്റി എന്ന രീതി ചെയ്യേണ്ടുന്ന ഒരു കാര്യമൊന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പോൺ വീഡിയോ കണ്ടിട്ടാണ് ഇത്തരം കാര്യങ്ങളിലോട്ട് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സൈഡുകളെ പറ്റി പറഞ്ഞു കൊടുക്കുക. കാരണം അതിൽ ഒരുപാട് തരത്തിലുള്ള പെർവേഷൻസുകളുണ്ട്. അത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇപ്പോൾ ഒരു ഫിലിം പോലെ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഈ പോൺ വീഡിയോസുകൾ ഇല്ലെങ്കിൽ ഇത്തരം അശ്ലീല വീഡിയോസുകൾ എന്നുള്ളത്. സോ അതിൻ്റെ സത്യാവസ്ഥകൾ, അതിലെ കാര്യങ്ങൾ, അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവരുതെന്നുള്ളതും അതിൽ കൂടുതൽ അഡിക്റ്റ് ആവരുതെന്നുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. റിയൽ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസുകളാണ് ആ ഒരു കുട്ടിയിലോട്ട് കൊടുക്കേണ്ടിയിരുന്നത്. ഇത് ആ കുട്ടിയിലോട്ട് വല്ലാത്തൊരു കുറ്റബോധവും അങ്ങനെയുള്ള ഒരു മാനസിക പ്രശ്നങ്ങളിലോട്ടാണ് രക്ഷിതാക്കൾ തള്ളിവിട്ട് എന്നുള്ളതാണ്. ഇത് ശരിയായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഭവം സ്വയംഭവം എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു വിഷയമോ കാര്യങ്ങളോ ആരും ചെയ്യാത്ത വിഷയങ്ങളോ ഒന്നുമല്ല. മെഡിക്കൽ സയൻസ് അത് പക്ക ബയോളജിക്കൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്.
അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഹാപ്പി കെമിക്കൽസ് ആയിട്ടുള്ള ഇപ്പോൾ ഡോപ്പാമിൻ്റെ ആക്ഷൻ്റെ ഭാഗമായിട്ട് നല്ലൊരു സന്തോഷം കാര്യം ഒരു റിലാക്സ്ഡ് മൂഡ് കാര്യങ്ങളൊക്കെ കിട്ടും. മറ്റ് ചില ഹോർമോൺസുകളും ഇതിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അത് ആൺകുട്ടികളിലും ഉണ്ട് പെൺകുട്ടികളിലും ഉണ്ട്. സോ ഒരു റിലാക്സിങ് മൂഡ് കിട്ടും, ഒരു സന്തോഷം കിട്ടും, ഒരു പെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെയിൻ കില്ലിങ് ഫീലിംഗ് കിട്ടും, അതേപോലെ തന്നെ നല്ല ഉറക്കം കിട്ടും. ഇങ്ങനെ പല മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ബെനിഫിറ്റ്സുകളായിട്ട് പറയാനുണ്ട്. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് മാസ്റ്റുർബേഷൻ ചെയ്യണം എന്ന് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഒരു സെക്ഷലി ഒരു താല്പര്യമുണ്ട്, അത് സ്വയം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സോളോ സെക്ഷൽ ആക്ടിവിറ്റി എന്ന രീതിയിൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള വളരെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ വലിയൊരു സിന്നായിട്ട് വലിയൊരു തെറ്റായിട്ട് കാണുകയും കുട്ടികളിലോട്ട് അടിച്ചേൽപ്പിക്കാൻ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ വളരെ റോങ് ആയിട്ടുള്ള വിഷയങ്ങളായിട്ട് മാറും. കാരണം ആ കുട്ടി മരിച്ചുപോയി ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു ആത്മഹത്യ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ജീൻ നഷ്ടപ്പെട്ടതിന് ശേഷം കരഞ്ഞിട്ടോ കാര്യങ്ങളൊന്നും കാര്യമില്ല. ഇപ്പം നമ്മൾ പോൾ ആഡ് ചെയ്തപ്പം 19% ഇത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരാണ്. അവർ ഭാവിയിൽ രക്ഷിതാക്കളായിട്ട് വരേണ്ടവരായിരിക്കാം, ഇല്ലെങ്കിൽ അതിൽ രക്ഷിതാക്കളായിട്ടുള്ള ആൾക്കാരുണ്ടാവാം. സോ അവരുടെ തലമുറയിലോട്ടും ഓക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആസ്പെക്ട്സ് തന്നെയാണ്. സോ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുക, അതിലെ തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക, കുട്ടികളെ അവബോധമുള്ളവരാക്കുക, റിയൽ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതിലൂടെ നല്ലൊരു സമൂഹത്തെ പടുത്തുയർത്തുക. കാരണം സെക്സ് എഡ്യൂക്കേഷൻ വളരെ കീ റോളുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു പ്രത്യക്ഷ രൂപം തന്നെയാണ് ആ ഒരു കുട്ടിക്ക് നടന്ന ഇൻസിഡൻറ്റ്, അവൻ ആ ഡിപ്രഷനിലോട്ട് പോകാനൊക്കെ കാരണം അത് തന്നെയാണ്. രക്ഷിതാക്കൾ ഈ സെക്സ് എന്ന് പറയുന്നതും ഈ കാര്യങ്ങളെന്ന് പറയുന്നതെല്ലാം വിയേർഡായിട്ട് ചിന്തിച്ച് വളർന്നു വന്ന ആൾക്കാരാണ്. അതുകൊണ്ട് വന്ന മിസ്റ്റേക്കുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യം. ഇത്തരത്തിൽ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. സോ നിങ്ങളെങ്കിലും അങ്ങനെ ആവാതിരിക്കുക. ഇപ്പോൾ യുവതലമുറയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറയിലോട്ട് നല്ല ഇൻഫർമേഷൻസുകളും നല്ല സെക്സ് എഡ്യൂക്കേഷൻ കാര്യങ്ങളും നിങ്ങളിലൂടെ വീടുകളിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് മറ്റൊരാൾ എവിടെ നിന്നെങ്കിലും കൊടുക്കുമെന്ന് കരുതിയിരിക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നമ്മൾ ഡെയർ ടു ടോക്ക് എന്ന് പറയുന്നത് ഞാൻ മാത്രം സംസാരിക്കുക എന്നുള്ളതല്ല, നിങ്ങൾ കൂടി ശക്തമായിട്ട് ധൈര്യത്തോടുകൂടി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലക്ഷ്യം. തുറന്ന് ഓപ്പൺ ഔട്ടായി സംസാരിക്കുന്നിടത്ത് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും, ചർച്ച ചെയ്യാത്തടത്ത് ഒരു മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്യില്ല എന്നുള്ളതാണ്. സോ ഡെയർ ടു ടോക്ക്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാസ്റ്റർബേഷൻ ഒരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സോ അത് അഡിക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസ് എന്ന രീതിയിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ റിയൽ ആയിട്ടുള്ള നോളജ് കൊടുക്കുക അക്കാര്യത്തിൽ. പിന്നെ തെറ്റായ മാർഗേന മാസ്റ്റർബേഷൻസ് ചെയ്യാതിരിക്കുക. കാരണം പല റോങ് വേയിൽ ഇപ്പം പ്രോൺ മാസ്റ്റർബേഷൻ പോലുള്ള പല വിയേർഡായിട്ടുള്ള രീതികളിൽ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ചിലപ്പം പെനിസ് ഫ്രാക്ചർ പോലുള്ളതും ഇല്ലെങ്കിൽ മറ്റ് ഡാമേജസുകളും നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ ഉണ്ടാക്കാൻ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ റോങ് ആയിട്ടുള്ളതും പിന്നെ അങ്ങനെ അത്തരത്തിൽ ചെയ്യാതിരിക്കുക, അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാണ്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ പോൺ വീഡിയോസുകൾ കണ്ട് അനുകരിക്കാതിരിക്കുക. കാരണം അതൊക്കെ കമ്പയർ ചെയ്തിട്ട് വല്ലാത്ത രീതിയിൽ നമ്മുടെ ബോഡിയുമായി കമ്പയർ ചെയ്തിട്ടൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകളൊക്കെ പടർത്തുന്ന ആൾക്കാരുണ്ട്. സോ ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റണം രക്ഷിതാക്കൾക്ക്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ റെലവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം അതുപോലെ ഇഷ്ടപ്പെടേ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്ത് അതിൻ്റെ കാരണങ്ങൾ കൂടി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നല്ല ഡിസ്കഷൻ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അനാവശ്യമായ രീതിയിൽ ഡിസ്കസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടും. അങ്ങനെയുള്ള ഡിസ്കഷൻസ് നമ്മളിവിടെ ഈ ഒരു പ്ലോട്ടിൽ ആവശ്യമില്ല. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഹൗ ടു ബിഹേവ് എന്നുള്ളത് നിങ്ങൾ തന്നെ തിങ്ക് ചെയ്യുന്ന കാര്യമാണ്. അനാവശ്യമായ രീതിയിലോട്ട് പോവരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നല്ല നല്ല വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് ഉണ്ടെങ്കിലും ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൂടെ ഫോളോ ചെയ്തേക്കുക, നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്. നിതിൻരajnirappel എന്നുള്ള തന്നെയാണ് ID, നിങ്ങൾക്ക് അവിടെ ഫോളോ ചെയ്യുന്നതാണ്. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നല്ല നല്ല വീഡിയോസുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്നത് ഈശോട് തീർത്തു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റ.